പെരിന്തൽമണ്ണ നിലമ്പൂർ താലൂക്ക് ലൈബ്രറി കൗൺസിലുകൾ സംയുക്തമായി ബാലവേദികളിലെ കുട്ടികൾക്കായി ഗുരുവന്ദനം പഠനയാത്ര സംഘടിപ്പിച്ചു. 80 കുട്ടികളാണ് യാത്രയിൽ ഭാഗമായത്. ചരിത്ര സ്മാരകങ്ങളും പുരാവസ്തു മ്യൂസിയങ്ങളുമാണ് പ്രധാനമായും സംഘം സന്ദർശിച്ചത്. അങ്ങാടിപ്പുറത്തെ ചാവേർത്തറ, കുറ്റിപ്പുറത്തെ പഴയതും പുതിയതുമായ പാലങ്ങൾ, തിരുനാവായ മാമാങ്ക സ്മാരകങ്ങൾ, മണിക്കിണർ, നിലപാട് തറ, നവാമുകുന്ദ ക്ഷേത്രം, താമരപ്പാടം, തിരൂർ തുഞ്ചൻ പറമ്പ്, നൂർ ലേക്ക്, പ്രകൃതി പാർക്ക്, പടിഞ്ഞാറേക്കര ബീച്ച് തുടങ്ങിയ സ്ഥലങ്ങൾ സംഘം സന്ദർശിച്ചു. തിരുനാവായ ഏറെ പ്രസിദ്ധമാണല്ലോ. മാമാങ്കത്തിൻ്റെ മുഴുവൻ ചരിത്രങ്ങൾ. നവാമുകുന്ദ ക്ഷേത്രം ഏറെ പ്രസിദ്ധമാണ്. നവാമുകുന്ദ ക്ഷേത്രം, അതുപോലെ തന്നെ ഭാരതപ്പുഴ, മാമാങ്കത്തിൻ്റെ ചരിത്രം, മാമാങ്കത്തിൻ്റെ 5 ശേഷിപ്പുകൾ അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവും. 5 ഉമ്മർക്ക, ആ കാര്യത്തിലൊക്കെ ഉമ്മർക്കയുടെ കുറച്ചും കൂടി വിസ്തരിച്ച് പറയുക. ഏതായാലും കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് തിരുനാവായ. പുഴാക്കര തവനൂർ എന്ന് പറയുന്നതാണ് ഈ മാമാങ്കത്തിൻ്റെ 5 സ്മാരകങ്ങളിൽ ഒന്ന്. പഴുക്കാമണ്ഡപം ഇവിടെ തന്നെയാണ് നിൽക്കുന്നത്. 80 കുട്ടികളും 12 ലൈബ്രറി താലൂക്ക് ഭാരവാഹികളും അടങ്ങുന്നതായിരുന്നു സംഘം. സി ശശികുമാർ, വി ടി ശശീന്ദ്രൻ, ജയപ്രകാശ് കോക്കാട്, MP രാജൻ, ഷീജ, അനിയൻ പുളിക്കീഴ്, വി ടി രാജേഷ്, ബൈജു പാലിശ്ശേരി. നിലമ്പൂർ താലൂക്ക് ലൈബ്രറി കൗൺസിലിൻ്റെയും നേതൃത്വത്തിൽ ലൈബ്രറി കൗൺസിലിൻ്റെ ഗുരുവന്ദനം എന്നൊരു പരിപാടി, ആ ഗുരുവന്ദനം എന്ന പരിപാടിയുടെ ഭാഗമായിട്ടുള്ള ബാലവേദി കൂട്ടുകാരുടെ പഠനയാത്രയാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഞങ്ങൾ മാമാങ്ക സ്മരണകളൊക്കെ കണ്ട് കുട്ടികൾ വന്നിരിക്കുകയാണ്. അങ്ങാടിപ്പുറം നിന്ന് തുടങ്ങിയിട്ടുള്ള യാത്ര കുറ്റിപ്പുറം പാലം, അതുപോലെ തന്നെ ചങ്ങമ്പള്ളി കളരി തുടങ്ങിയ കേന്ദ്രങ്ങളൊക്കെ സന്ദർശിച്ച് ഇതാപ്പോൾ ഭാരതപ്പുഴ നിളയുടെ തീരത്ത് ഈ കേന്ദ്രത്തിൽ വന്നിരിക്കുകയാണ്. കൂട്ടുകാർക്ക് ഒരു പുതിയ അനുഭവം തന്നെയായിരുന്നു, പുതിയ പഠനവുമായിരുന്നു ഇതിൻ്റെ ഭാഗമായിട്ട് കിട്ടിയിട്ടുള്ളത് എന്നാണ് പറയാനുള്ളത്. ബഷീർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ഡെസ്ക്, മീഡിയ വിഷൻ.